വെൽക്കം ടു വോയിസ് ഓഫ് കേക്ക്. ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ഒരു പുതിയ സ്കൂട്ടേഴ്സ് ഇറങ്ങാൻ പോകുന്നു. ഓൾറെഡി നിങ്ങൾ ഈ വിവരമൊക്കെ അറിഞ്ഞായിരിക്കും. എയ്തറിൻ്റെ കൊനാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ്, ക്യൂ സീരീസിൽ പ്രീമിയവും എക്സ് സീരീസിൽ നമുക്ക് സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന 4 സ്കൂട്ടേഴ്സും വരാൻ പോകുന്നു. എന്തൊക്കെയാണ് ഇവയിൽ പ്രത്യേകത, ആർക്കൊക്കെ ഇത് വാങ്ങിക്കാം, ഇതിൻ്റെ വാറണ്ടി എത്ര, ഏകദേശം പ്രൈസ് എത്രയാണ് വരുന്നത്, അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എസ് സീരീസിൽ വരുന്ന 4 സ്കൂട്ടേഴ്സിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് അവയിൽ മറ്റ് സ്കൂട്ടേഴ്സിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഡിസൈന്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ടെയിലൈറ്റ്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോടുകൂടി നമ്മുടെ റോഡിൽ കാണുന്ന പെട്രോൾ സ്കൂട്ടേഴ്സിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലെ സ്കൂട്ടേഴ്സാണ് അവർ ഇറക്കാൻ പോകുന്നത്. ഇതിൻ്റെ IDC റേഞ്ച് പ്രകാരം 4 സീരീസുകളായിട്ടാണ് അവർ പറയപ്പെടുന്നത്. 100 കിലോമീറ്റർ, 125 കിലോമീറ്റർ, 160 കിലോമീറ്റർ, 200 കിലോമീറ്റർ. ഇത്രയും കിലോമീറ്റർ റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേരിയൻറ്റുകളായിരിക്കും ഈ 6 പല സ്കൂട്ടേഴ്സും. S1, S2, S3, S4 എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മുന്നോട്ട് പോകുന്ന സീരീസുകളിൽ ഈ 4 സീരീസിലും Q സീരീസിൽ QR, QR2 അങ്ങനെ സീരീസുകളും വരുന്നുണ്ട്. ഈ QR എന്ന് പറയുന്ന സീരീസുകൾ എപ്പോഴും പ്രീമിയം ലെവലായിരിക്കും. അതിലായിരിക്കും മെറ്റൽ ബോഡി, അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഡിസ്പ്ലേയിലെ ചെറിയ മാറ്റങ്ങൾ, ടയർ സൈസിലെ വ്യത്യാസങ്ങൾ, അങ്ങനെ പ്രീമിയം ഫീച്ചേഴ്സ്, ചിലപ്പോൾ ടച്ച് സ്ക്രീൻ വരെ വരാം എന്നടക്കം പറയുന്നുണ്ട്. പക്ഷേ S സീരീസുകളിൽ ഇവയൊന്നും തന്നെ ഉണ്ടാവില്ല. X സീരീസിലെ അവസാന S4-ലോ S3-ലോ ഒക്കെ ആയിട്ട് സെൻറ്റർ സ്റ്റാൻഡ്, പിന്നീട് ടച്ച് സ്ക്രീൻ, അങ്ങനെ ചില മാറ്റങ്ങൾ മാത്രമാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ഇതിൽ എന്നെ കൂടുതൽ ആകർഷിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ കൺട്രോൾ യൂണിറ്റിൽ തന്നെ ഒരു ചാർജർ ഓൾറെഡി കണക്റ്റ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് എടുത്ത് പ്ലഗ് ചെയ്യാൻ വേണ്ടു. എന്നാൽ നമുക്കത് ഫാസ്റ്റ് ചാർജ് ചെയ്യാനാണെങ്കിൽ 2 പ്ലഗ് ഒരേ സമയം ചെയ്തുകൊണ്ട് നമുക്ക് ഈ വണ്ടിയെ ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. ഏകദേശം 80% വീട്ടിൽ നിന്ന് വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ നമുക്ക് എടുക്കുന്നത് ഏകദേശം 2 മണിക്കൂറാണ്. നമ്മൾ അഡീഷണലായിട്ട് ഒരു 450 വാട്ടിൻ്റെ ചാർജർ ഷോറൂമിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്കത് ഉപയോഗിച്ച് 2 പ്ലഗിങ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബാറ്ററിയെ ഫാസ്റ്റ് ചാർജ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിലുപരി ഇതിൻ്റെ പ്രൈസ് അങ്ങേയറ്റം നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. ഒരു സാധാരണക്കാരന് 100 കിലോമീറ്റർ റൺ IDC റേഞ്ച് പറയുന്ന ഏകദേശം 80-90 കിലോമീറ്റർ ആക്ച്വൽ റേറ്റ് കിട്ടുന്ന ഒരു സ്കൂട്ടർ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇന്ന് മാർക്കറ്റിൽ ബജാജ് മാത്രമാണ് 1 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ചില സ്കൂട്ടേഴ്സ് സെയിൽ ചെയ്യുന്നു, 1.10 വരുന്നു. പക്ഷേ ഇനി എയ്തറും കൂടി വരുന്ന സമയത്ത് ഇന്ത്യൻ റോഡുകളിൽ എയ്തർ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. അതിലുപരി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് സെൻറ്ററുകളിലെ അഭാവം എത്രത്തോളം ഈ ഒരു മോഡലിനെ അല്ലെങ്കിൽ ഏതറിനെ മൊത്തമായിട്ട് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇതിൻ്റെ അധികൃതർ പറയുന്നത്. കാരണം 10,000 കിലോമീറ്റർ ഒരു തവണ മാത്രമാണ് ഈ സർവീസ് ചെയ്യേണ്ടത്, അതില്ലെങ്കിൽ 1 വർഷം. അത്തരത്തിൽ നോക്കുമ്പോൾ അത്രയും നന്നായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പ്ലാനിങ്ങോട് കൂടിയാണ് ഏതർ ഓരോ വേരിയൻറ്റും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. എന്തിന് നമ്മൾ ഏതറിലേക്ക് എത്തണം ചോദിച്ചു കഴിഞ്ഞാൽ 8 വർഷത്തെ വാറണ്ടി ഇതിൻ്റെ S സീരീസിലും Q സീരീസിലും നൽകുന്നതാണ്. രണ്ടാമത് ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള അവർ 570ഓളം സർവീസ് സെൻറ്ററുകൾ. അതിലുപരി നമുക്ക് ലഭിക്കാൻ പോകുന്ന അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ വാഹനത്തിലുണ്ട്. അത്തരത്തിലൊന്നാണ് ഡ്യുവൽ ചാർജിങ് സിസ്റ്റം. നമുക്ക് വണ്ടിയിൽ കൺട്രോൾ യൂണിറ്റിൽ വരുന്ന ചാർജറും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജറും നമുക്കൊരു ചാർജർ വാങ്ങി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 4000 കിലോ വാട്ട് ബാറ്ററിയിൽ വരുന്ന ഒരു വലിയ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഇലക്ട്രിക്കൽ വാഹനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഇന്ത്യയിൽ എത്താൻ പോകുന്ന സ്കൂട്ടേഴ്സാണ്. അപ്പോൾ മറ്റ് ചില സ്കൂട്ടേഴ്സ് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് 29 കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ലിസ്റ്റുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും നന്നാവുക. S സീരീസിലെ ഏതെങ്കിലും ഒരു വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 വർഷത്തെ ബാറ്ററി വാറണ്ടിയും അതുപോലെ തന്നെ മറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഏതറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതിലുപരി ഇത്തരത്തിലെ ചാർജിങ് സിസ്റ്റവും. ഈ ചാർജിങ് സിസ്റ്റത്തിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വീട് തന്നെ ഡ്യുവൽ സിസ്റ്റമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ വേരിയൻറ്റിലും ഉണ്ടാകാൻ സാധ്യതയില്ല, പ്രീമിയം വേരിയൻറ്റിലായിരിക്കാം. അതിലുപരി മെറ്റൽ ബോഡിയും അത്തരത്തിലേ ലഭിക്കുള്ളൂ, സെൻറ്റർ സ്റ്റാൻഡ്, അങ്ങനെ ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സിൽ കാണാത്ത പല കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 29 വരെ കാത്തിരുന്ന്
നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഒഫീഷ്യലും അൺഒഫീഷ്യലും ആയിട്ട് അറിഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഏതറിൻ്റെ ചേതക്കോ ഏതറിൻ്റെ റിസ്തയോ അല്ലെങ്കിൽ ചേതക്കോ മറ്റേതെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു യൂസർ റിവ്യൂ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കമൻറ്റ് വളരെയധികം ഉപകാരപ്രദമാകും. കാരണം ഞാൻ കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ സ്കൂട്ടേഴ്സ് വാങ്ങിയ സമയത്ത് ഇത്തരം ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ, സത്യസന്ധമായ കമൻറ്റുകൾ വായിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങളെ കമൻറ്റുകൾ ചിലപ്പോൾ നൂറുകണക്കിന് ആൾക്കാർക്ക് ഉപയോഗപ്രദമാകും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ പറ്റി സംസാരിക്കുക. സാധാരണക്കാരൻ്റെ ഇലക്ട്രിക്കൽ വാഹനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടാണ് എയ്തർ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ ഓഗസ്റ്റ് 29 കാണാം. അപ്പോൾ ഓക്കെ.